നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടുകാരനാണെങ്കിലും മലയാള സിനിമയിലെ പ്രിയപ്പെട്ട നടനാണ് ബാല. വലിയൊരു സിനിമാ കുടുംബത്തിൽ ജനിച്ച ബാല മലയാളത്തിലേക്ക് വന്നതോടെയാണ് കരിയറിൽ ഉയർച്ച നേടുന്നത്. തമിഴ് കലർന്ന മലയാള ഭാഷ സംസാരിച്ച നടൻ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ചേറെ വർഷങ്ങളായി ബാല കേരളം വിട്ടുപോകാതെ കൊച്ചിയിൽ സെറ്റിലായിരിക്കുന്നത്. ആരോഗ്യത്തിലും കരിയറിലും കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തിരുന്നുവെങ്കിൽ മലയാളത്തിലെ യുവ താരനിരയിൽ ശോഭിച്ചു നിൽക്കാൻ ബാലയ്ക്കും കഴിയുമായിരുന്നു. എന്നാൽ ഗായിക അമൃത സുരേഷിനെയാണ് ബാല ആദ്യ വിവാഹം ചെയ്തത്. റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ ഗായികയാണ് അമൃത സുരേഷ്. മ്യൂസിക് ബാൻഡും സ്റ്റേജ് ഷോകളും ഒക്കെയായി സജീവമാണ് അമൃത. കഴിഞ്ഞ ദിവസമായിരുന്നു പാപ്പു എന്ന് വിളിക്കുന്ന ഇരുവരുടെയും മകൾ അവന്തികയുടെ പിറന്നാൾ. അമൃതയും സഹോദരിയും അമ്മയും ചേർന്നാണ് ആഘോഷിച്ചതും. എന്നാൽ പാപ്പുവിന്റെ ജന്മദിന വീഡിയോ അഭിരാമി പങ്കുവച്ചിരുന്നു. വീഡിയോ ശ്രദ്ധ നേടുകയും ചെയ്തു. പിന്നാലെ ചിലർ ബാലയെക്കുറിച്ചുള്ള കമന്റുകളുമായി എത്തുകയായിരുന്നു. ഇതിലൊരു കമന്റിന് അഭിരാമി നൽകിയ മറുപടിയും തുടർന്നുള്ള ചർച്ചകളുമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ബാലയും അമൃതയും എല്ലാം മറന്ന് വീണ്ടും പാപ്പുവിനു വേണ്ടി ഒരുമിച്ചിരുന്നെങ്കിൽ എന്നായിരുന്നു ആ കമന്റ്. പിന്നാലെ അഭിരാമി മറുപടിയുമായി എത്തി. ഇടിച്ചുകൂട്ടി ഒരു മൂലയ്ക്ക് കിടക്കാനാണോ? എന്നിട്ട് കാണിക്കുന്ന ഇമോഷണൽ ഡ്രാമയിൽ എല്ലാവരും വീഴുകയും ചെയ്യും. ഒരു ജീവിതകാലത്തേക്കുള്ള ശാരീരികവും മാനസികവുമായ ഡ്രാമ കിട്ടിയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇനി ഒരിക്കലുമില്ല. വയ്യാതെ കിടന്നപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോയതിന് വരെ വേറെ കഥ പറഞ്ഞ ആളാണ് എന്നായിരുന്നു അഭിരാമിയുടെ മറുപടി. തുടർന്നും താരം സംസാരിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഒരു മുഖമേ നിങ്ങൾക്കറിയൂ. ശരിക്കും സ്നേഹമുള്ള അച്ഛനമ്മമാർ ആദ്യം ചെയ്യുക മകളുടെ അമ്മയെ മുൻ ഭാര്യയാണെങ്കിലും ബഹുമാനിക്കുമെന്നതാണ്. പിന്നെ പാപ്പു വല്ലാതെ ട്രോമ അനുഭവിച്ചിരുന്നതിനാലാണ് കസ്റ്റഡിക്ക് നമുക്ക് തന്നത്. അതിൻ്റെയൊക്കെ ഒരുപാട് തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആൾക്കാരെ വിഡ്ഢിയാക്കാൻ ആർക്കും പറ്റും, അതിന് നമ്മളില്ല. ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് ചെറിയ സർക്കിൾ റിയൽ സ്റ്റോറീസ് അറിയുന്നവരുമുണ്ട്, അവർ മതി. ഈ വിഷയം പരസ്യമായി സംസാരിക്കുന്നതിൽ നിയമപരമായ ഒരുപാട് വശങ്ങളുണ്ട്. പണവും സമയവും കയ്യിലുള്ളവർ അതൊക്കെ പറ്റും. അതല്ലാതെ ഇതിൻ്റെ പുറകെ നടന്നാൽ വീട്ടിലുള്ള പട്ടിക്ക് പോലും ഫുഡ് കൊടുക്കാനുള്ള അവസ്ഥ ഇല്ലാതായി പോകും. നമ്മൾ ഈ പറയുന്ന ആളെല്ലാം സാമ്പത്തികമായി തൽക്കാലത്തേക്ക് ഒപ്പമല്ലാത്തത് കൊണ്ട് ഏറ്റുമുട്ടി സത്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റുന്നില്ല. അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചേക്കുന്നത്. ഒരു സമയം വരും എനിക്ക് ആരെയും മറ്റൊരു മുഖം കാണിപ്പിച്ച് കബളിപ്പിച്ച് സ്നേഹം വാങ്ങാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എന്നെ ഇഷ്ടമില്ലാത്തവർ ഒരുപാട് കാണും. എനിക്ക് PR വർക്ക് ചെയ്ത് എൻ്റെ നല്ല കണ്ടന്റുകൾ വൈറലാക്കാനുള്ള സാമ്പത്തിക ശേഷിയുമില്ല. അതിനാൽ എൻ്റെ കുടുംബത്തെ നോവിക്കുന്നവരിൽ നിന്നും അവരെ സംരക്ഷിച്ചു നിർത്താനുള്ള കരുത്ത് നേടിയെടുക്കാൻ കഠിന പ്രയത്നം നടത്തുകയാണ് ഞാൻ. ഒരു നാൾ എത്തും, അപ്പോൾ കാണണം കഥകൾക്കപ്പുറമുള്ള സത്യത്തിനോടുള്ള ഈ ഒരു പുച്ഛം എന്നാണ് അഭിരാമി പറഞ്ഞു നിർത്തിയത്. ബാലയുടെയും അമൃതയുടെയും വിവാഹമോചനത്തിന് ശേഷം ബാല മറ്റൊരാളെ വിവാഹം ചെയ്യുകയും ചെയ്തിരുന്നു. അമൃത ഗോപി സുന്ദറുമായി പ്രണയത്തിലാണെന്നും പരസ്പരം ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു. പിന്നാലെ ആ ബന്ധം തകരുകയായിരുന്നു. ബാലയുടെയും അതുപോലെ തന്നെയാണ്, തകർന്ന ഒരവസ്ഥയിൽ തന്നെയാണ്. ബാലയുടെയും അമൃതയുടെയും മകൾ പാപ്പു അമൃതയ്ക്കൊപ്പമാണ് താമസിക്കുന്നത്. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.